ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇനാഗ്രേഷന് പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഐലൈനർ വരച്ചിട്ടുണ്ട്, അതാണ് എൻ്റെ കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഇനാഗ്രേഷന് പോവുകയാണ്. 3 മണിക്കാണ്, പക്ഷെ ഇപ്പം തന്നെ ഒരു 3:30 ആയിട്ടുണ്ട്. സംഭവം കഴിഞ്ഞാണോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്നാലും നൈറ്റ് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല മഴ വരാനുള്ള ചാൻസും പുറത്ത് കാണുന്നുണ്ട്. ഇന്ന് നടക്കൂലെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അവിടെ പോകണം, ഇനാഗ്രേഷനൊന്ന് പങ്കെടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം, പോകാൻ പറ്റുമോ ഇല്ലയോ, മഴ ചതിക്കുമോ എന്നൊക്കെ നമുക്ക് ഇനി തുടരും വീഡിയോയിലൊക്കെ കാണാം. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞത് ഗോൾഡൻ പാലസ് കൺവെൻഷൻ്റെ ഇനാഗ്രേഷനാണ്. മണിവിളയിൽ, നെയ്യാറ്റിൻകര അമരവിളയ്ക്ക് അടുത്ത് മണിവിളയിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പോയപ്പോൾ തന്നെ റോഡ് കുറേ ബ്ലോക്ക്ഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു കാണുമെന്ന്. അകത്ത് ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു, തുറന്നു വിടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പോയതും ഹെലികോപ്റ്റർ പറന്നു പോണത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു എന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഒന്നും കഴിഞ്ഞില്ല, ഇനാഗ്രേഷൻ തുടങ്ങിയില്ല എന്നറിഞ്ഞത്. അങ്ങനെ നമ്മൾ 4 മണിയൊക്കെ ആയപ്പോൾ പോയി. അവിടെ 4:30ക്കാണ് ഇനാഗ്രേഷൻ, 3 മണിക്കാണ് എഴുതിയിരുന്നത്. പക്ഷേ 4 മണിയായി തുടങ്ങിയപ്പോൾ. പരിപാടിയൊന്നും കഴിഞ്ഞില്ല എന്നറിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷമൊക്കെ തോന്നി. അതിനുപരി എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇനാഗ്രേഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുമല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ ദ ബിഗ്ഗസ്റ്റ് കൺവെൻഷൻ സെന്റർ ആണ് ഗോൾഡൻ പാലസ് എന്ന് പറയുന്നത്. അങ്ങനെ അകത്ത് കയറി നോക്കിയപ്പോൾ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇനാഗ്രേഷൻ നടക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ ആദ്യം ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പിന്നെ പതുക്കെ ബാക്കിലോട്ടായി. ഭയങ്കര ക്രൗഡായിരുന്നു. ഇനാഗ്രേഷൻ ചെയ്യാനായിട്ട് പാറശാല MLA CK ഹരീന്ദ്രനും, അതുപോലെ തന്നെ ഫോർമർ ഗവർണർ കുമ്മനം രാജശേഖരനും, നെയ്യാറ്റിൻകര MLA, അതുപോലെ തന്നെ കോവള MLA, കാട്ടാക്കട, വിളവങ്കോട് MLA, കിളിയൂർ MLA, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് അവന്തിക മോഹനും, റബേക്കയും, സാജൻ സൂര്യയും, രക്ഷയും, അഞ്ജലിയും, നലീഫും, റെനീഷയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇനാഗ്രേഷൻ കഴിഞ്ഞ് അകത്ത് കയറാനുള്ള പരിപാടിയാണ് ഇനി അടുത്ത്. എങ്ങനെ കയറണം, എവിടെ കൂടെ കയറണമെന്ന് അറിഞ്ഞൂടാ. കാരണം അമ്മാതിരി തിരക്കായിരുന്നു, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. അവസാനം ഞാൻ ഫോണൊക്കെ അകത്ത് വെച്ചതിന് ശേഷം ഉന്തി തള്ളി അകത്ത് എങ്ങനെയോ ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. അതുകൊണ്ട് വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റി എനിക്ക്. ഫ്രണ്ടിൽ പോയി കുറച്ചു നേരം ഞാൻ ഇങ്ങനെ നോക്കി. അവിടുത്തെ ഇന്റീരിയർ വർക്ക് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. എനിക്ക് എന്തോ അത് കണ്ടിട്ടും കൊതി തീർന്നില്ല, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിപ്പോൾ കാണിച്ചു തരാം, കണ്ടോ. ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിട്ടാണ് അവർ ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 12 ഹോളുണ്ട്. 12ഉം ഒന്നിനൊന്നും മെച്ചമെന്ന് വേണമെങ്കിൽ പറയാം. 12 ഇവന്റ് നടത്താൻ പറ്റുന്ന 12 ഡിഫറെന്റ് ആയിട്ടുള്ള ഹോളുകളാണ് അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഓരോന്നിനും ഓരോരോ ഇനാഗ്രേഷൻ ഉണ്ട്. സ്പെഷ്യൽ ഗസ്റ്റ് എല്ലാം എത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ള സാജൻ സൂര്യ, നലീഫ്, അവന്തിക, റബേക്ക, രക്ഷ, അഞ്ജലി, റെനീഷ, അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവരെ നേരിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവര് TV-യിൽ കാണും പോലെയാണോ, നേരിട്ട് കാണാൻ ഭയങ്കര സിമ്പിളാണോ, അതോ ഭയങ്കര ജാടയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞാൻ വായും തുറന്ന് നോക്കിക്കൊണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നു. ചിലവരൊക്കെ ആണെങ്കിൽ സിനിമയിൽ കാണും പോലെയല്ല, അതിനേക്കാളും ഭയങ്കര വെളുത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരൊക്കെ പോയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗോൾഡൻ പാലസിന്റെ മേക്കിംഗ് വീഡിയോ ഉണ്ടായിരുന്നു. ആദ്യം തൊട്ട് അവസാനം വരെ അവരെങ്ങനെയൊക്കെയാണ് വന്നതെന്നും അങ്ങനത്തെ കുറച്ച് മേക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇതാണ് എൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. അവരെങ്ങനെയൊക്കെയാണ് വന്നതെന്ന് കാണിക്കുന്ന ആ വീഡിയോ പോലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ CK ഹരീന്ദ്രനെയും പിന്നെ ഇങ്ങനെ സെലിബ്രിറ്റീസിനെയൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മളെയും കാണിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ചു നേരം പോസ്റ്റ് സ്റ്റഡി ആയിരുന്നു. 4:30 മണിയായി ഇനാഗ്രേഷൻ തുടങ്ങിയപ്പോൾ. അങ്ങനെ എല്ലാ സ്പെഷ്യൽ ഗസ്റ്റിനെയും വേദിയിലോട്ട് വിളിക്കുന്നതാണ് അടുത്ത ചടങ്ങെന്ന് പറയുന്നത്. അങ്ങനെ വന്നവർക്കെല്ലാം താങ്ക് യു പറഞ്ഞ് അവർ ഓരോരുത്തരെയായിട്ട് സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഗോൾഡൻ പാലസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷമാണ് ഗസ്റ്റിനെ വിളിച്ചത്. ആദ്യം തന്നെ MLA-മാരെയും അതുപോലെ തന്നെ പ്രസിഡന്റ്സും അങ്ങനെയൊക്കെയാണ് വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ഗസ്റ്റുകളെയാണ് വിളിച്ചത്. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അവർ വരുന്നത്. മെയിനായിട്ട് ഞാൻ പോയത് ഇതിന് വേണ്ടിയിട്ടാണ്. അവരെയൊക്കെ കാണണം, ഒന്ന് സെൽഫി എടുക്കണം, അങ്ങനെയൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. എനിക്കും ഒരു സീരിയലിലൊക്കെ അഭിനയിക്കാൻ കിട്ടിയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ആ സമയത്ത്. അങ്ങനെ ഗസ്റ്റുകളെല്ലാം വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട്
സ്വാഗതവും അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഓരോന്നിൻ്റെ ഇനാഗ്രേഷൻ നടത്തിയത്. എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പങ്കെടുക്കുന്നത്, ഇങ്ങനെയൊക്കെ കാണുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. ഇങ്ങനെ ഒരു ഹോളിൽ ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരിക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതിയത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ചെയർമാനും CEO ഒക്കെ കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഓരോന്നിൻ്റെ ഇനാഗ്രേഷൻ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഗോൾഡൻ ലെഗ്സിൻ്റെ ഇനാഗ്രേഷൻ ആണ്. അത് നിർവഹിച്ചത് അവിടുത്തെ CEO ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. Their grandeur meets modern sophistication. With a seating capacity of over 5,000, it stands as the largest pillarless convention space in South India. Its architectural elegance and sheer scale making a landmark of modern construction. Designed to host iconic weddings, vibrant stages and high-profile couple gatherings, Golden Lust sets the stage for experiences that are both majestic and memorable. For grand occasions and unforgettable moments, Golden Lust is not just a choice, it's a statement. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഗ്രാൻഡിൻ്റെ ഇനാഗ്രേഷൻ ആണ്. അതും കൂടെ നമുക്ക് കാണാം. Golden Grand. True to its name, the hall is grand in every sense. With seating for over 20 guests, it is fully air-conditioned space designed for comfort and class. In design, scale and sophistication, Golden Grand truly lives up to its name. Golden Grand blends convenience with luxury, offering an experience that stands unmatched in its category. അടുത്തെന്ന് പറഞ്ഞാൽ ഗോൾഡൻ ക്രൗണിൻ്റെ ആണ്. Golden Crown. The shining jewel of Golden Palace Convention Center. With a seating capacity of over 2,000, this majestic hall truly lives up to its regal name. Perfectly suited for weddings, state events, corporate meetings and television productions. Golden Crown is designed to host grand occasions with effortless grace. അടുത്തെന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഗാലയാണ്. അത് ഇനാഗ്രേഷൻ ചെയ്യുന്നത് സാജൻ സൂര്യയാണ്. അപ്പോൾ അതും കൂടെ കാണാം. Golden Gala Hall. Official launch. Golden Gala. Golden Gala stands out as a versatile and elegant space. With a seating capacity of 750, this hall captures attention with its striking design and refined opulence. Perfect for weddings, receptions, seminars, public sessions, and business meetings. The stage where every event feels elevated and unforgettable. അടുത്തത് ഗോൾഡൻ കസ്റ്റലിൻ്റെ ഇനാഗ്രേഷൻ ആണ്. Golden Castle. The ground facade of Phase 3 at Golden Palace Convention Center. This elegant wing redefines hospitality with 24 beautifully appointed luxury rooms. A 24-hour multi-cuisine restaurant, all crafted for comfort, convenience, and price opulence. It's not just a space to stay, it's a sanctuary of redefined living. അടുത്തത് മെഹ്ഫിലിൻ്റെ ഇനാഗ്രേഷൻ ആണ്. Mehfil. An elegant retreat within Golden Palace Convention Center, designed with distinctive charm and refined aesthetics. Mehfil offers a perfect blend of visual beauty, modern comforts, and attentive service. This multi-purpose venue stands out with its tasteful design and inviting ambience, capturing hearts with both form and function. ഇനി മിറാക്കിളിൻ്റെ ഇനാഗ്രേഷൻ ആണ്. Miracle, a true gem within the Golden Palace Convention Center, gracefully nestled like a soft feather on its crown. With a seating capacity of over 300, this hall is ideal for business meetings, seminars, and multi-purpose events. Just as the name suggests, Miracle is a small wonder. ഒഫീഷ്യൽ ലോഞ്ച് ഓഫ് ഒനിസിൻ്റെ ലോഞ്ചിങ് ആണ്. Onyx. True to its name, stands as a striking gem within the Golden Palace Convention Center.
built for high-end conferences and focused gatherings, it blends sleek design with modern sophistication. On its offers the ideal setting for meaningful conversations and impactful moments. Onyx, a space where clarity meets comfort. മൂൺലൈറ്റ് ടെറസിന്റെ ലോഞ്ചിങ് ആണ് ഇനി. Moonlight Terrace, where sky meets elegance. Set against the boundless sky and caressed by the evening breeze, a tranquil open-air space to unwind, dine and celebrate under the stars. An experience every Malayali will cherish and proudly share. ഒയാസിസിന്റെ ഇനാഗ്രേഷൻ ആണ് ഇനി. Oasis, the serene face of Golden Palace Convention Centre. With a seating capacity of over 200, this compact yet elegant hall is perfect for public meetings, mini functions and private events. Oasis, where every moment feels personal and memorable. ഗോൾഡൻ മെമ്മറീസിന്റെ ഇനാഗ്രേഷൻ ആണ് ഇനി. Golden Memories, a shining jewel of Phase 3 at Golden Palace Convention Centre with a seating capacity of 500. An elegant space crafted for versatile gatherings from intimate celebrations to spirited events. Step once, and this hall will leave you with moments etched in time. ഇത് ഗോൾഡൻ അട്രിയത്തിന്റെ ഇനാഗ്രേഷൻ ആണ്. Golden Atrium, an open-air celebration space that welcomes over 2,500 guests under the sky. More than just a venue, it's a stage for grand experiences, enjoy, energy and emotion together. With its vibrant atmosphere and limitless possibilities, Golden Atrium is set to become Kerala's new destination for unforgettable happiness. അങ്ങനെ 12 ഇവന്റ് നടത്താനുള്ള ഹാളിന്റെ ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി ഒരു സ്പെഷ്യൽ ഇനാഗ്രേഷൻ ആണ്. ഗുഡ് വെക്കേഷൻ എന്നാണ് അവർ പറഞ്ഞത്. എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല. അപ്പോൾ അതിന്റെ ഇനാഗ്രേഷന് എല്ലാവരെയും ക്ഷണിച്ചു. എല്ലാ ആക്ടേഴ്സിനെയും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഇവന്റ് നടത്തുന്ന എല്ലാവരെയും ക്ഷണിച്ചിട്ടാണ് ഈ ഒരു ഇനാഗ്രേഷൻ നടത്തുന്നത്. അപ്പോൾ അതിന്റെ വീഡിയോയും കൂടെ നമുക്ക് കാണാം. ഇനാഗ്രേഷൻ എല്ലാം കഴിഞ്ഞല്ലേ? അങ്ങനെ ഇനാഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി ഇവിടെ ഫുള്ളും ചുറ്റിക്കറങ്ങുക എന്നതാണ് അടുത്ത ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇനാഗ്രേഷൻ കഴിഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഹന്തി ഫെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സെൽഫി പോയിന്റ് ഉണ്ട്. അതൊക്കെ അന്വേഷിച്ച് ഞാൻ നടക്കുകയായിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല. കിട്ടിയില്ല എന്നല്ല, കണ്ടില്ല. കുറേ നേരം അലഞ്ഞു തിരിഞ്ഞ് നടക്കാന്നല്ലാതെ ഒരിടത്തും കയറി പറ്റാനുള്ള ഒരവസരവും എനിക്ക് കിട്ടിയില്ല. കാരണം അമ്മാതിരി തിരക്കായിരുന്നു എല്ലായിടത്തും. അവസാനം നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് എവിടെയൊക്കെ എത്തി, എന്തൊക്കെയോ കണ്ടു. വാഷ് ബേസിന്റെ അവിടെ വന്നപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ മിററായിരുന്നു. ഫുൾ മിററോട് മിററായിരുന്നു. വാഷ് ബേസിന്റെ അവിടെ വരെ പോയിട്ട് നമ്മളൊന്ന് കൈ കഴുകി നോക്കുന്നത് മോശമല്ലേ? ആദ്യം വിചാരിച്ചു വെള്ളമില്ലാന്ന്, പിന്നെയാണ് അതിന്റെ ടെക്നിക്ക് മനസ്സിലായത്. അങ്ങനെ കൈയൊക്കെ കഴുകി പിന്നെയും നമ്മൾ കുറേ ദൂരം നടന്ന് എവിടെയൊക്കെ എത്തി. അങ്ങനെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലോട്ട് ഇങ്ങനെ പോവുകയാണ് ഞാൻ. അവിടെ പോയി വാൽക്കണിയാണെന്ന് തോന്നുന്നു. അവിടെ പോയി ഇങ്ങനെ നിന്നു. അവിടെ നോക്കിയപ്പം ഹെലികോപ്റ്ററൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാർക്കിംഗ് സൗകര്യവും അങ്ങനെയൊക്കെയാണ്. ഇത് ഹോട്ടലാണ്. പിന്നെ ഇവിടെ 24 മണിക്കൂറും ഉള്ള റെസ്റ്റോറന്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കണ്ട്. അടിപൊളിയായിട്ടോ. ഇന്ന് എനിക്ക് വരാൻ പറ്റുമെന്ന്, ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് നല്ല ഭംഗി. പാർക്കിംഗ് ആയിരുന്നാലും പിന്നെ ഹെലികോപ്റ്റർ, ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പുറത്തുനിന്ന് കാണുമ്പം അകത്ത് ഇത്രയും വലിയ ഇതാണ്. 12 ഈവൻറ്റ് നടത്താൻ പറ്റും. എന്തോ പറയണേ, നിങ്ങൾ വീഡിയോ കണ്ടു കാണുമല്ലോ. അടിപൊളി.
സത്യം പറഞ്ഞാൽ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റിൽ എന്താണ് പറയേണ്ടതെന്ന് എങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ് അങ്ങനെ എല്ലാ സംവിധാനവും അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്രൗഡ് ആവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ ഹാളൊക്കെ കണ്ടു. ഹാള് കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഐസ്ക്രീം ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഫ്രീ ആയിട്ടല്ല, നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങണം. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ഇനി നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഫോണിൽ ഒട്ടും ചാർജ് ഇല്ലായിരുന്നു. രാവിലെ ഫുള്ളാക്കി വന്നതാണ്. ഇങ്ങനെ കുറേ വീഡിയോസ് എടുത്തപ്പം ചാർജൊക്കെ തീർന്നു. രാത്രി റിമി ടോമിയുടെ ഷോയൊക്കെ ഉണ്ട്, അതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.